വിജ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിജ്ഞാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ചില സംശയങ്ങൾ, ഇതൊക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ചോദിക്കുന്ന സംശയം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് നൽകുന്നത്, ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ, പ്രത്യേകിച്ച് റിസൾട്ട് വരാൻ ഈ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. 8-ാം തീയതി 9-ാം തീയതിയും പ്രധാനപ്പെട്ട SLC പരീക്ഷയുടെയും +2 പരീക്ഷയുടെയും റിസൾട്ട് വരുവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഒന്നാമത്തെ ചോദ്യം വിദ്യാർത്ഥികൾ പലപ്പോഴും ചോദിക്കുന്നത്, പരാജയപ്പെട്ട ഒരു വിഷയം പരാജയപ്പെട്ടാൽ ആ വിഷയത്തിന് ഗ്രേസ് മാർക്ക് നൽകി വിജയിപ്പിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ കൃത്യമായി തന്നെ ഗ്രേസ് മാർക്കിന്റെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തോറ്റ വിഷയം ഏതാണോ ആ വിഷയത്തിനായിരിക്കും, വിജയിക്കുവാൻ വേണ്ടിയായിരിക്കും ഗ്രേസ് മാർക്ക് നൽകുക. അപ്പോൾ ഏതെങ്കിലും വിഷയം നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഗ്രേസ് മാർക്ക് ഉപയോഗിച്ച് ആ തോറ്റ വിഷയം നിങ്ങളെ വിജയിപ്പിക്കും. ശേഷം മാത്രമേ മറ്റ് സബ്ജക്റ്റുകൾക്ക് ഗ്രേസ് മാർക്ക് നൽകുകയുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ, ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് നൽകുന്നത് എന്നുള്ളതാണ്. ഗ്രേസ് മാർക്ക് നൽകുന്നത് SLC പരീക്ഷയായാലും +2 പരീക്ഷയായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്ക് നൽകിയാൽ ഏത് വിഷയത്തിലാണോ ഗ്രേഡിൽ വളരെ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാകുന്നത് ആ വിഷയത്തിനായിരിക്കും ആദ്യ പരിഗണന. അതായത് ഇപ്പോൾ ഫിസിക്സിന് 2 മാർക്ക് മതി നിങ്ങൾക്ക് A+ ആകാൻ, അല്ലെങ്കിൽ ഗ്രേഡിൽ ചേഞ്ച് ആകാൻ 2 മാർക്ക് മതിയെങ്കിൽ നിങ്ങളുടെ ഗ്രേസ് മാർക്കിൽ നിന്ന് 2 മാർക്ക് എടുത്ത് ഫിസിക്സിന് ഗ്രേഡ് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഏറ്റവും കുറവ് മാർക്ക് തന്നാൽ ഏതിനാണോ ഗ്രേഡിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ആ മാർക്കിനായിരിക്കും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ആയിരിക്കും ആദ്യം ഗ്രേസ് മാർക്കിന് വേണ്ടി പരിഗണിക്കുക. പിന്നെ SLC വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫുൾ A+ലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് നൽകും. +2 വിദ്യാർത്ഥികൾക്കും ഫുൾ A+ലേക്ക് എത്തുവാൻ വേണ്ടി ഗ്രേസ് മാർക്ക് നൽകും. പക്ഷേ ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് +2 വിദ്യാർത്ഥികൾക്ക് നൽകില്ല എന്ന് പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾ ഓർക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് ചില 1-2 വിഷയങ്ങൾക്കൊക്കെ മാർക്ക് കുറവാണ്, ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് 1-2 മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് മാർക്കിൽ നിന്ന് ആ മാർക്ക് നൽകി നിങ്ങൾക്ക് 1200-ൽ 1200 ആക്കില്ല. ഫുൾ A+ ആക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഗ്രേസ് മാർക്ക് പരിഗണിക്കുക. അല്ലാതെ ഫുൾ മാർക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടില്ല. പിന്നെ +2 വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, +1-ൽ നിങ്ങൾക്ക് കലോത്സവത്തിനും ശാസ്ത്രമേളയ്ക്കും ഒക്കെ മാർക്ക് നൽകിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു, ആ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇനി +2-ന് വീണ്ടും ആ ഗ്രേസ് മാർക്ക് നൽകില്ല എന്നുകൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. +1-ൽ ലഭിച്ച മാർക്ക് +1-ലും +2-ൽ ലഭിച്ച മാർക്ക് +2-നും ആയിരിക്കും. NCC NSS തുടങ്ങിയ ഈ സംവിധാനങ്ങളിലൊക്കെ, ഈ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +2-ലെ ആയിരിക്കും ഗ്രേസ് മാർക്കായിട്ട് നൽകുക. അല്ലാതെ കലോത്സവത്തിന് +1-ൽ കലോത്സവത്തിന് പോയി സംസ്ഥാനത്ത് നിങ്ങൾ A ഗ്രേഡ് മേടിച്ചു, അപ്പോൾ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടാനാണ്. അങ്ങനെ +1-ൽ പോയി 20 മാർക്ക്, അല്ലെങ്കിൽ +1-ൽ സംസ്ഥാനത്ത് പോയി A ഗ്രേഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ 20 മാർക്ക് +1-ൽ തന്നു, +2-ന് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആ 20 മാർക്ക് നൽകണമെന്ന് പറഞ്ഞാൽ നൽകില്ല. അങ്ങനെ 20 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ +2-ന് എവിടെ പോകണം, സംസ്ഥാന തലത്തിൽ പോയി A ഗ്രേഡ് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് +2-നും ആ മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ +1-ൽ ലഭിച്ച മാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് +1-ൽ കിട്ടിക്കഴിഞ്ഞു. +2-നാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ അത് +2-നായിരിക്കും പരിഗണിക്കുക. എന്നാൽ അതിൽ കുറച്ച് എക്സെപ്ഷൻ ഉള്ളത് നമ്മളുടെ NSS-നും NCC-ക്കും ഒക്കെയാണ്. NSS-നും NCC-ക്കും ഒക്കെ +1-ൽ നിങ്ങൾക്ക് മാർക്ക് നൽകിയിട്ടില്ല. അത് +2-നായിരിക്കും, +1-ന്റെയും +2-ന്റെയും ഒരുമിച്ചുള്ള മാർക്ക് +2-നായിരിക്കും നൽകുക. പിന്നെ ആ മാർക്ക്, ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ റിസൾട്ടിന്റെ താഴെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് എഴുതി കാണിക്കും. അത് SLC ആയാലും +2 ആയാലും അങ്ങനെ തന്നെയാണ്. ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ ആയിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന് കാണിക്കുകയില്ല, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയില്ല. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പൊതുവായി പറയുന്ന മറ്റൊരു സംശയമാണ്, 2 ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഏത് കിട്ടും എന്നുള്ളത്. 2 ഗ്രേസ് മാർക്ക് നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഇപ്പോൾ NCC-ക്ക് ഉണ്ടായിരുന്ന ഒരു കുട്ടി സംസ്ഥാന കലോത്സവത്തിൽ പോയി പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണോ ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് ആ മാർക്കായിരിക്കും പരിഗണിക്കുക, അല്ലാതെ 2ഉം കൂടി തരില്ല. അതോടൊപ്പം തന്നെ ഇത്തവണ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഒരു കൃത്യമായ നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നു. ബോണസ് മാർക്കും ഗ്രേസ് മാർക്കും കൂടി ഒരുമിച്ച് നൽകില്ല. അതായത് നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിൽ ഫുൾ A+ലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന്റെ സഹായത്തോടു കൂടിയാണ് ഫുൾ എ പ്ലസ് കിട്ടിയത്. അതായത് നിങ്ങൾക്ക് +1 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് +1ന്റെ അഡ്മിഷന് ചെല്ലുമ്പോൾ 2 മാർക്ക് ബോണസ് മാർക്കായിട്ട് നൽകുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ആ സിസ്റ്റം ഇത്തവണ ഉണ്ടാകില്ല. ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ബോണസ് പോയിന്റ് നൽകില്ല. ഗ്രേസ് മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ബോണസ് പോയിന്റ് നൽകൂ എന്നുകൂടി വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രേസ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഇതിൽ എന്തെങ്കിലും സംശയം വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി ഓരോ വിഷയങ്ങൾക്കും അല്ലെങ്കിൽ NSSന് എത്ര മാർക്ക്, SPCക്ക് എത്ര മാർക്ക്, NCCക്ക് എത്ര മാർക്ക്, സംസ്ഥാന കാലോത്സവത്തിൽ പങ്കെടുത്തവർക്ക് എത്ര മാർക്ക്, ശാസ്ത്രമേളയിൽ പങ്കെടുത്തവർക്ക് എത്ര മാർക്ക്, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് താഴെ കമന്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ അപ്ഡേഷൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. നമ്മളും കാത്തിരിക്കുകയാണ്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തുക.